ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ഓണം എക്സാം മോഡൽ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഓണപരീക്ഷയാണ് വരുന്നത്. എല്ലാവരും ഒരു തവണയെങ്കിലും മോഡൽ ചോദ്യപേപ്പർ, കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ചോദ്യപേപ്പർ ഉത്തരം ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറാണിത്. കഴിഞ്ഞ വർഷം ചോദിച്ച ഇംഗ്ലീഷിൻ്റെ ചോദ്യപേപ്പർ. എല്ലാവരും ഈ ചോദ്യപേപ്പർ ഉത്തരം എഴുതുക. ഞാൻ ഇതിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ ഹിൻറ്റുകൾ വായിക്കുക, അതിൽ ആൻസർ എഴുതുക. എന്നിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഉത്തരം ശരിയാണോ നിങ്ങൾ എഴുതിയിരിക്കുന്നത്, ഞാൻ തന്നിരിക്കുന്നത് തമ്മിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്കും പരീക്ഷയിലേക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നോക്കിയാലോ. റീഡിംഗ് കോംപ്രിഹെൻഷൻ ആദ്യത്തെ ആക്ടിവിറ്റി, ആദ്യത്തെ ചോദ്യമാണ്. റീഡ് ദ പോയം ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രണ്ട്സ് ഫോർ എവർ. നമുക്ക് ഈ പോയം ഒന്ന് വായിക്കാം, ശേഷം ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. We play on swings and slide on glass, take funny selfies, share you our joys. We watch cartoons and dance around and laugh until we fall to the ground. We play on phones and paint on walls with kindness shining from the heart. We are best friends in all we do and wish each day was playtime too. Question ആണ്. First question, what kind of activities do the speaker and his friends enjoy doing together? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണെന്ന് നോക്കൂ. 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ വായിക്കുക, ഞാനത് വായിച്ചു തരില്ല. അപ്പോൾ നിങ്ങൾ വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഉത്തരം ഏതാണെന്ന് കണ്ടുപിടിച്ചോ നിങ്ങൾ. ഈ ഉത്തരം പറയട്ടെ. ഓപ്ഷൻ സി ആണ്, പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ്. ബി ആണ് അടുത്ത ചോദ്യം. വാട്ട് ഡസ് ദ ലൈൻ വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ദ ഹേർട്ട് സേ എബൌട്ട് ഫ്രണ്ട്സ്? 4 ഓപ്ഷൻ ഉണ്ട്, വായിച്ചു നോക്കുക. ഉത്തരം പറയാം. ഓപ്ഷൻ സി, ഇറ്റ് സേസ് എബൌട്ട് ദ വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. ഇനി സി ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഇമോഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ പോയം? 4 ഓപ്ഷൻ ഉണ്ട്. ഏത് ഇമോഷനാണ് പോയട്രിയിൽ എക്സ്പ്രസ് ചെയ്യണമെന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ ബി, ജോയ്. അടുത്ത ഡി ചോദ്യമാണ്, യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാവ് സോ മച്ച് ഫൺ ടുഗെദർ, റൈറ്റ് വൺ ഓഫ് ദ ഫൺ തിങ്സ് യു എൻജോയ് ഡൂയിങ് ടുഗെദർ. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒരുപാട് ഫൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ ചെയ്ത ഒരു ഫണ്ണി ആയിട്ടുള്ള എൻജോയ് ചെയ്ത കാര്യം ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. പ്ലേയിങ് ഫുട്ബോൾ ഇൻ ദ പാർക്ക്, റൈഡിങ് ബൈസൈക്കിൾസ്, പ്ലേയിങ് വീഡിയോ ഗെയിംസ്, ഏത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം എഡിറ്റിംഗ് ആണ്. റീഡ് ആൻഡ് എഡിറ്റ് ദ ഫോളോയിങ് ആണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ എ ബി സി ഡി ഇ എന്നുള്ളതിൽ ഇതിലെല്ലാം തെറ്റുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ശരിയാക്കണം. ആദ്യം നോക്കൂ, മൈ കഴിഞ്ഞിട്ട് ഈസ് നെയിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഐ സ്മോൾ ലെറ്ററിലാണ്. ഇവിടെ ഒരു ഫ്രണ്ട് സ്പെല്ലിംഗ് നോക്കണം, ആൻ ആണ്, ബൈ ആണ്. അപ്പോൾ ഇതെല്ലാം മാറ്റണം, ഇതെല്ലാം തെറ്റാണ്. അപ്പോൾ ഇത് ശരിയാക്കുന്നത് എങ്ങനെയാണ് നിങ്ങളത് വായിച്ചു നോക്കൂ, ആൻസർ എഴുതാൻ ശ്രമിക്കൂ. ആൻസർ ഞാൻ പറയാം. ആദ്യത്തേന്ന് വരുമ്പോൾ നമുക്ക് ഈസ് നെയിം എന്ന് വരില്ല, മൈ നെയിം ഈസ് എന്നേ വരുള്ളൂ. ഇതിൻ്റെ ഉത്തരങ്ങൾ കറക്റ്റായിട്ട് ഞാൻ താഴെ എഴുതി കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ എഴുതി കാണിക്കാം. മൈ നെയിം ഈസ്, ഇവിടെ ഫുൾ സ്റ്റോപ്പിന് ശേഷം ആദ്യം വരുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. ഐ ആം. ഓക്കെ. മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഫ്രണ്ടിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? FRIEND എന്നാണ് വരിക. ഇവിടെ ഫ്രണ്ടിൻ്റെ സ്പെല്ലിംഗ് തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഷീസ് ആൻ എന്ന് വരില്ല, ഷീസ് എ എന്നേ വരുള്ളൂ. വി ഗോ ബൈ സ്കൂൾ ടുഗെദർ അല്ല, വി ഗോ ടു സ്കൂൾ എന്നാണ് വരിക കേട്ടോ. സോ ഇതാണ് ഇവിടെ കറക്റ്റായിട്ട് വരേണ്ടത്. എല്ലാം ഈ മേലെ എഴുതിയിരിക്കുന്നതാണ് ഉത്തരം. കണ്ടല്ലോ. ആദ്യം നെയിം ഈസ്, ദെൻ ഐ, ദെൻ ഫ്രണ്ട് എ, ദെൻ ടു. രണ്ടാമത്തെ ചോദ്യം കംപ്ലീറ്റ് ആണ്. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ തോട്ട്സ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത 3A 3A എന്ന് പറഞ്ഞ് 3B എന്ന് പറഞ്ഞ് 2 ഓപ്ഷണൽ ചോദ്യങ്ങളാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഉത്തരം എഴുതിയാൽ മതിയാവും. ഇതിൽ 2ൻ്റെ ഉത്തരം നിങ്ങൾ എഴുതി നോക്കുക. ഇതിൽ
ഞാനിതിൽ രണ്ടിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ് ആണ്. ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ 3A ആണ് ആദ്യം പറയുന്നത്. ചെസ്റ്റർ ഷുഡ് നോട്ട് സ്ലീപ് ദാറ്റ് നൈറ്റ്. ടുമോറോ ഈസ് മൈ ഫസ്റ്റ് ഡേ ടു സ്കൂൾ. ഹി തോട്ട് ഹി ഫെൽറ്റ് ലേസി. ചെസ്റ്റർ വാസ് വറീഡ് ആൻഡ് അപ്സെറ്റ്. ഹി വാണ്ടഡ് ടു സ്റ്റേ അറ്റ് ഹോം ആൻഡ് പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത ദിവസം ചെസ്റ്ററിന് സ്കൂളിൽ പോകണം, പക്ഷേ അവൻ വളരെ ലേസി ആയിട്ട് ഇരിക്കുകയാണ്, അപ്സെറ്റാണ്, വീട്ടിൽ തന്നെ ഇരിക്കണം, ഫ്രണ്ട്സിനൂടെ കളിക്കണം എന്നൊക്കെയാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ റൈറ്റ് ഡൗൺ ചെസ്റ്റേഴ്സ് തോട്ട്, ചെസ്റ്ററിൻ്റെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് 3 ചോദ്യങ്ങളുണ്ട്. ഇതിൻ്റെ ഉത്തരങ്ങളായിട്ട് നമ്മളൊരു ആദ്യം കണ്ടുപിടിച്ചിട്ട് ഒരു പാരഗ്രാഫായി എഴുതാനാണ് കേട്ടോ. ഡസ് ചെസ്റ്റർ ലൈക്ക് ടു ഗോ ടു സ്കൂൾ? ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നു? നോ. Will he miss his home? Yes. What will he think about his friends in the forest? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓ നോ. അവൻ്റെ തോട്ട്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. Tomorrow is already my first day of school. I really don't want to go. Why can't I just stay home? I feel so lazy and tired, but my mind won't stop racing. If I have to go to school, I'm going to miss my cozy home so much. I won't be able to just relax or do what I want. What about my friends in the forest? They are probably going to have so much fun playing without me tomorrow. I wish I could be there with them right now instead of worrying about school. അടുത്തത് 3B ആണ്. ദ ക്ലൗൺ സോ എ ബ്ലൂ എൻജിൻ ഈസ് കമ്മിങ്. വിൽ യു പുൾ us ഓവർ ദ മൗണ്ടെയിൻ? ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. ദ ക്ലൗൺ സെഡ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ തോട്ട് ഫോർ എ വൈൽ. റൈറ്റ് ഡൗൺ ദ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിൽ ദ ബ്ലൂ എൻജിൻ ബി ഏബിൾ ടു പുൾ ദ ട്രെയിൻ? അപ്പോൾ ആ ബ്ലൂ എൻജിന് ആ ട്രെയിൻ പുൾ ചെയ്യാൻ സാധിക്കുമോ? വാട്ട് വിൽ ഷീ ഫീൽ വെൻ ഷീ സീസ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് ക്രൈയിങ്? വിൽ ഷീ തിങ്ക് അബൌട്ട് ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഓൺ ദ മൗണ്ടെയിൻ? അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങളായിട്ടാണ് നമ്മൾ തോട്ട്സ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഐ ആം സ്മോൾ ബട്ട് ഐ തിങ്ക് ഐ ക്യാൻ പുൾ ദ ട്രെയിൻ ഓവർ ദ മൗണ്ടെയിൻ ഇഫ് ഐ ട്രൈ മൈ ബെസ്റ്റ്. ഐ ഫീൽ വെരി സാഡ് ആൻഡ് സോറി ടു സീ ദ ഡോൾസ് ആൻഡ് ടോയ്സ് ക്രൈയിങ്. യെസ്, ഐ മസ്റ്റ് തിങ്ക് അബൌട്ട് ദ ഗുഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ഓൺ ദ മൗണ്ടെയിൻ ഹു നീഡ് ഫുഡ് ആൻഡ് ടോയ്സ്. അപ്പോൾ 3Bയുടെ ഉത്തരമാണിത്. അടുത്തത് നമുക്ക് വരുന്നത് ഒരു റൈഡിലാണ്. റൈഡിലാകുമ്പോൾ നമുക്ക് ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദ ട്രാക്സ്, ഹെർ കാർഡ്സ് ഫർ ഫുൾ ഓഫ് ടോയ്സ് ആൻഡ് ഡോൾസ്. ക്യാൻ യു ഐഡൻറ്റിഫൈ ആണ്. ഞാനതിൻ്റെ ഉത്തരങ്ങളും കൂടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഐ ലവ് ഹണി, ഐ സ്ലീപ്പ് ഇൻ കേവ്സ് ആണ്. അതിൻ്റെ ആൻസർ ബിയർ ആണ്. I am the largest animal on the land. I have a trunk elephant. I can float on water and carry people boat ആണ്. I am tall, have a long neck and eat leaves giraffe. I am funny, I make people laugh in circus clown ആണ്. നമ്മളത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കപ്പോൾ ഒന്നാമത്തെ BEAR ഇവിടെ കൊടുക്കുക. രണ്ടാമത്തെ ഡൗൺലിക്കാണ് BOAT. മൂന്നാമത്തെ ഡൗൺലിക്കാണ് GIRAFFE ജിറാഫ് വരും. അടുത്തത് നാലാമത്തെ സൈഡിലേക്ക് എക്രോസ് ആണ് എലിഫൻറ്റ് കേട്ടോ. അത് എലിഫൻറ്റ് ELEPHANT. നെക്സ്റ്റ് അഞ്ചാമത്തെ താഴോട്ടാണ് CLOWN ക്ലൗൺ. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ചോദ്യം ഒരു കോൺവെർസേഷനാണ്. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ് ആണ്. 5A ഓർ 5B നിങ്ങൾക്ക് എഴുതാനായിട്ടുണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ രണ്ടിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എക്സാമിന് ഇതുപോലെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി അത് എഴുതുക കേട്ടോ. അറിയാവുന്നത് എഴുതുക. 5A നമുക്കൊന്ന് വായിച്ചു നോക്കാം. Chester is standing at the school gate. It was his first day at school. He was worried. Suddenly he met a child named Riley. He too looked sad. Chester shared the secret of kissing hand to comfort Riley. അപ്പോൾ കിസ്സിങ് ഹാൻഡിൻ്റെ സീക്രട്ട് റൈലിയുമായിട്ട് നമ്മുടെ ചെസ്റ്റർ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അവർ തമ്മിലുള്ളൊരു സംഭാഷണം, കോൺവെർസേഷൻ നമ്മൾ എഴുതണം. റൈറ്റ് അറ്റ്ലീസ്റ്റ് 4 എക്സ്ചേഞ്ചസ്, 4 എക്സ്ചേഞ്ചസ് എങ്കിലും ഇതിലുണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ സോറി ചെസ്റ്റർ, ഹലോ ഐ എം ചെസ്റ്റർ. നോക്കാം. റൈലി, ഹൈ ചെസ്റ്റർ, ഐ എം റൈലി. ഐ എം റിയലി സ്കെയർഡ് അബൌട്ട് അവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. Chester, don't worry Riley, my mommy showed me a wonderful secret called the kissing hand that makes school feel warm and cozy. Riley, what is kissing hand? How does it work? Chester, my mommy kisses the middle of my palm and whenever I feel lonely at school, I press my hand to my cheek to feel her love. Here, let me share the secret with you so you won't be scared anymore. ഇതുപോലെ ഒരു ചെറിയ കോൺവെർസേഷൻ നിങ്ങൾ എഴുതാൻ നോക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാനുണ്ടായിരിക്കും. അടുത്തത് 5B ആണ്. At last the little blue engine pulled the little train to the top of the mountain. The dolls and animals cried out of joy.
You did a great job. I never thought you could do it. The little train congratulated the little blue engine. Write down the conversation between the little train and the little blue engine. Write at least 4 exchanges. അപ്പോൾ ലിറ്റിൽ ട്രെയിനും ലിറ്റിൽ ബ്ലൂ എഞ്ചിനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എഴുതേണ്ടത്. അറ്റ്ലീസ്റ്റ് 4 എക്സ്ചേഞ്ചസ് വേണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ അവർ തന്നിട്ടുണ്ട് ലിറ്റിൽ ട്രെയിൻ, ഓ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ യു ആർ ഗ്രേറ്റ്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് എഴുതി നോക്കാം. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പറയാണ്, താങ്ക് യു, ഐ ന്യൂ ഐ കുഡ് ഡു ഇറ്റ് ഇഫ് ഐ ജസ്റ്റ് കെപ്റ്റ് ടെല്ലിങ് മൈസെൽഫ് ഐ തിങ്ക് ഐ ക്യാൻ. ലിറ്റിൽ ട്രെയിൻ, we were so scared we wouldn't make it over the mountain, but you never gave up. Little blue engine, it was a very steep climb, but seeing the happy faces of the dolls and animals gave me all the strength I needed. And the little train, look at them cheering now, you have made all of their dreams come true today. Little blue engine, it makes me so happy to help. I am glad we made it safely to the other side. ഇനി ഒരു പിക്ചർ സ്റ്റോറിയാണ്. ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഗിവൺ ബിലോ, ഡെവലപ്പ് ദി ഇവൻറ്റ്സ് ഇൻ ടു എ സ്റ്റോറിയാണ്. നമുക്കിവിടെ ഒരു ചിത്രകഥ തന്നിട്ടുണ്ട്, പിക്ചർ സ്റ്റോറി. നമ്മളിതിനെ കറക്റ്റായിട്ട് ഒരു കഥയാക്കി മാറ്റണം. അപ്പം നമുക്കവിടെ ഒരു ചെന്നായും ഒരു കോഴിയാണ് തന്നിരിക്കുന്നത്. ഐ വിൽ ക്യാഷ് യു നൗ എന്ന് പറഞ്ഞിട്ട് ചെന്നായ വോൾഫ് കോഴിയെ പിടിക്കാൻ പോകുന്നു, പിടിക്കുന്നു, ശേഷം അത് രക്ഷപ്പെടുന്നുണ്ട്. ഓപ്സ് ഐ ഫെൽ ഇൻ ടു എ ബിഗ് ഹോൾ, ചെന്നായ വീഴുന്നു, അത് രക്ഷപ്പെടുന്നു, ഓ ഗോഡ് ഐ എം സേഫ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. നമുക്കത് വോൾഫായിട്ടും എടുക്കാം, ഡോഗായിട്ട്. നമുക്കത് കാണുമ്പോൾ ഡോഗ് ഒരിക്കലും നമ്മുടെ കോഴിയെ തിന്നാൻ വേണ്ടി പിടിച്ചിട്ട് പോവില്ലല്ലോ, ചെന്നായാണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ വോൾഫ് വെച്ചിട്ടാണ് സ്റ്റോറി എഴുതുന്നത്. നോക്കാം. ക്ലെവർ hen and hungry wolf നമ്മളെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. One sunny afternoon, a plump hen was pecking for seeds near the edge of a forest. Suddenly, a hungry wolf jumped out from behind the bushes. Licking his lips, the wolf dashed toward her and roared, I will catch you now. ഞാൻ നിന്നെ ഇപ്പോൾ പിടിക്കുമെന്ന് പറയാണ് അല്ലേ. Terrified, the hen flapped her wings and began to run as fast as her legs could carry her. She darted through the thick trees and winding paths of the forest. Trying her best to lose the predator, the wolf, however, was fast and stayed close behind, confident that he would soon have a delicious meal. As the chase grew intense, the hen sharply veered to the side. Knowing the terrain well, the wolf, blinded by his hunger and speed, failed to look where he was going. With a sudden thud, he plunged deep into a hidden trapping pit. Oops, I fell into a big hole, the wolf groaned, trapped at the bottom. Hearing the splash and the groans, the hen finally stopped running and slipped through a wooden fence into the safety of her farmyard. She looked back at the forest, breathed a sigh of relief, and whispered, oh God, I am safe. Her quick thinking and agility had saved her from the wicked wolf. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി വരുന്നത്. ഇതിൻ്റെ മലയാളം ഞാനിപ്പോൾ പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എത്രത്തോളം ആൻസർ ചെയ്യണം, അത് എത്ര വലുതായിരിക്കണം ചെറുതായിരിക്കണം എന്നതൊരു ഐഡിയ കിട്ടാനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ മുഴുവനായിട്ടും അറ്റംപ്റ്റ് ചെയ്തിട്ട് വേണം എക്സാം ഹാളിലേക്ക് ഒരു തവണയെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. തുടർന്ന് വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.